പാവൽ കണ്ടത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കണ്ടം. പന്നി കയറാതിരിക്കാൻ വേണ്ടി സൈഡിൽ പന്നി വേലിയൊക്കെ അടിച്ചിട്ടുണ്ട്. ചെറിയൊരു റോബസ്റ്റാണ്. ഇതിലും ആൺപൂവും പെൺപൂവും ഉണ്ട്. ആൺപൂവിന് നമ്മൾ കണ്ട ഇത് വരുന്ന വഴിക്ക് സമയത്ത് പൂ മാത്രം ഉണ്ടാകുന്നത്. പെൺപൂ ആവാൻ നേരത്ത് വരുന്ന സമയത്ത് ഏകദേശം ഒരു 20-25 ദിവസത്തോളം പ്രായം. ഇപ്പോൾ ഇതിൻ്റെ വള്ളികളെല്ലാം ഒരു ഏകദേശം നെറ്റിലോട്ടായിട്ടുണ്ട്. എന്നാലും ടേസ്റ്റുണ്ട്. ഇതിപ്പോൾ ഏകദേശം പരുവായി. ഇത് നമുക്കിന്ന് വളർത്തിക്കൊണ്ട് പ്രീതി എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. നാടൻ പെൺപൂ വീഴാൻ നേരത്ത് നമുക്ക് ഇതുൾപ്പെടെയാണ് വരുന്നത്. ഫോക്കസ് ആവുന്നില്ലല്ലോ. പെൺപൂവാണ്. ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഈച്ചയ്ക്കാണ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രവാസ ജീവിതം ഒരുവിധമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വെറുതെ നിന്നാൽ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ചെറിയൊരു കൃഷിയും കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞങ്ങളെ ചെറിയൊരു വയലിലാണ്, പാടത്താണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഓണത്തിനനുബന്ധിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, പാവലിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ആ സമയത്ത് വിളവെടുക്കാൻ പറ്റത്തില്ല, കുറച്ച് ലേറ്റായിപ്പോയി വിത്തൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇന്ന് പാവൽ കണ്ടത്തിൽ നിൽക്കുകയാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കണ്ടം, ചെറിയൊരു കണ്ടം. പാവൽ കയറാൻ വേണ്ടി, അതായത് കൈപ്പയ്ക്ക കയറാൻ വേണ്ടി നമ്മൾ കണ്ട നെയിലോൺ വലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പന്നി കയറാതിരിക്കാൻ വേണ്ടി സൈഡിൽ പന്നി വേലിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഏരിയ. നമുക്കകത്തോട്ട് പോവാം. ഇവിടെ ഏകദേശം ഒരു 100 മൂട് പാവലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഒരു മൂട്ടിൽ 2 പ്ലാന്റ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 20-25 ദിവസത്തോളം പ്രായമായിട്ടുള്ള പാവലുകളാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറിപ്പോകുന്ന വള്ളികൾ താഴോട്ടൊന്നും പോകാതെ ഈ മേളിൽ കയറിലോട്ട് കെട്ടി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലും ഇത് മേളിൽ പന്തലിലോട്ട് എത്തത്തുള്ളൂ. ഇത് നമ്മൾ ആദ്യമേ വിത്തിട്ട് മുളപ്പിച്ച് പ്ലാന്റ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് നട്ടതാണ്. ട്രേയിൽ വിത്ത് പാകി കിളിപ്പിച്ചതിന് ശേഷം ഞങ്ങളിവിടെ കൊണ്ട് നട്ടതാണിത്. ഇതൊക്കെ ഇങ്ങനെ വള്ളി വീശി അങ്ങോട്ട് പോകും. അതൊക്കെ ഈ കയറിലോട്ട് വെച്ചിട്ട് കെട്ടി നേരെ മേളിലോട്ട് ഇതിലോട്ട് കൊണ്ട് വിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നേ, ഏകദേശം ഒരു 1.5 മാസം മുന്നേ ഇട്ട പാവലാണിത്. ഇതിവിടെ തന്നെ നമ്മൾ വിത്ത് പാകിയിട്ട് തടത്തിൽ തന്നെ വിത്ത് പാകി റെഡിയാക്കിയതാണ്. ഇതിപ്പോൾ പിഞ്ച് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ഇപ്പോൾ പിഞ്ച് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇതിന് നമ്മൾ വളം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ വള്ളികളെല്ലാം ഒരു ഏകദേശം നെറ്റിലോട്ടായിട്ടുണ്ട്. ഇത്രയും വലുതായത് ഏകദേശം ഒരു 30-40 മൂടേ ഉള്ളൂ. ഇത് പ്രീതി എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. നാടൻ പാവലാണിത്. ഈ വള്ളിയൊക്കെ ഇനി ഇങ്ങോട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. ഈ താഴോട്ട് വരുന്നതെല്ലാം നമ്മൾ മേളിലോട്ട് ഇങ്ങനെ ഒരു വള്ളിയൊക്കെ വെച്ച് കെട്ടി ഇതിൻ്റെ മേളിലോട്ട് വിട്ട് പന്തലിൽ മേളിലാക്കണം. ഇവിടെ നമ്മൾ കണ്ട ഒരു ഈച്ചയ്ക്കാണ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പാവലിൽ കുത്താൻ വരുന്ന ഈച്ചകളെല്ലാം അതിൽ സ്മെല്ല് കൊണ്ട് അതിൽ വന്ന് വീണോളും. തേനീച്ചയൊക്കെ രാവിലെ പരാഗണം നടത്തുന്നുണ്ട്. ഇത് ആൺപൂവാണ്. ആൺപൂവിനെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിയിൽ പ്ലെയിനായിട്ടാണുള്ളത്. പെൺപൂവാണെങ്കിൽ കാവ് ഉൾപ്പെടെയാണ് വരുന്നത്. ഇതെല്ലാം ഒരുവിധം ഏകദേശം കയറിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്കിനി വലിയ പണിയൊന്നുമില്ല. നമുക്കിതിൻ്റെ വള്ളികളൊന്നും മുകളിലോട്ട് കയറ്റിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇപ്പം തന്നെ ഞാൻ കയറിപ്പിക്കോളും. ഇതിൽ ഒരു പിഞ്ച് കണ്ടിട്ടുണ്ട്. ഇതാണ് പെൺപൂ വീഴാൻ നേരത്ത് നമുക്ക് ഇതുൾപ്പെടെയാണ് വരുന്നത്. ഫോക്കസ് ആവുന്നില്ലല്ലോ. പെൺപൂ വീഴാൻ നേരത്ത് ഇവിടെ പിഞ്ചോട് കൂടിയാണ് വരുന്നത്. ഇത് ആൺപൂവാണ്. ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഇത് നമ്മൾ 2-3 സെറ്റ് വളം ഇപ്പം ചെയ്തിട്ടുണ്ട്. വിത്തിടുന്ന സമയത്ത് നല്ല കണക്ക് തടവെടുത്ത് വളമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വിത്ത് പാകിയത്. ആദ്യമേ തടവൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുമ്മായപ്പൊടിയും കോഴിവളവും ചാണകപ്പൊടിയും കുറച്ച് ഫാക്ടം ഫോസും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഒരാഴ്ച ഇട്ടായിരുന്നു. ശേഷമാണ് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചത്. ചെടി നല്ല അത്യാവശ്യം ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇതുവരെ വേറെ രോഗബാധകളൊന്നുമില്ല. പിന്നെ ചീര മുമ്പ് ഇവിടെ ഈ ഭാഗത്ത് രണ്ടും വെറ്റക്കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് രോഗം ബാധിച്ച് അത് നശിച്ചു പോയി. ആ സമയത്താണ് നമ്മളിവിടെ ചീര ഇട്ടത്. ഇത് വെള്ളച്ചീരയാണ്. ഇട്ട് പാകിയതല്ല, അല്ലാതെ ഓരോന്നിങ്ങനെ പൊടിച്ച് അതിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ കിളിച്ച് വന്നത്. ഇതിനിപ്പം പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പുഴുക്കുത്തൊക്കെ ഉള്ളത്. ഇലയൊക്കെ പുഴു അരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ചെറിയൊരു റോബസ്റ്റാ. ഇത് പന്തലിടാൻ വേണ്ടി ഇത് നശിപ്പിക്കേണ്ടി വന്നു. പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടില്ല. ചെറിയൊരു കണ്ടത്തിലും കുറച്ചധികം കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 10-12 വാഴയോളം ഏത്തവാഴ ചെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരാനൊക്കെ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് പ്രവാസികളായൊക്കെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത്, കുറച്ചാൾ നാട്ടിൽ നിൽക്കാൻ നേരത്ത് നല്ലൊരു വൈബാണ്. ഇതാണ് ഏത്തവാഴ കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു റോബസ്റ്റ കായായിട്ടുണ്ട്. ഇവിടെ കണ്ട പച്ചമുളകുണ്ട്. ഇവിടെ ഇത് ഏകദേശം ഒരു 8 മാസം പ്രായമായ ചെടിയാണ്. മുളക് അത്യാവശ്യം നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. വീഡിയോ എടുത്ത് വരുന്ന വഴി ഈ ചാല് കണ്ടില്ല, ചാല് വീണ് കാല് പോകാൻ ഞാൻ തുടങ്ങി. ഇവിടെ പിന്നെ 4 മൂട് റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ഫലം കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ. റോബസ്റ്റ ഏകദേശം ഒരു 10-30 ദിവസം കഴിയാൻ നേരത്ത് നമുക്ക് വെട്ടാറാവും. ഇത് 2ാമത്തെ പ്ലാന്റ്, 3ാമത്തെ പ്ലാന്റ്, 4ാമത്തെ പ്ലാന്റ്. ഇതിലിപ്പം പഴുത്തതൊന്നുമില്ല. 5 എണ്ണം ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട്. ഇത് ചെറുതാണ്. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കൂടുതലുള്ളത്. ഇതായത് വലിപ്പം കൂടുതൽ വരും. പക്ഷേ ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല, എന്നാലും ടേസ്റ്റുണ്ട്. ഇതിപ്പോൾ ഏകദേശം പരുവായി. ഇത് നമുക്കൊന്ന് വളർത്തിക്കൊണ്ട് പോവാം ഉള്ള സ്റ്റേജിൽ നിൽക്കുകയാണ്. നല്ലൊരു ഏത്തനുണ്ട്. അതിൻ്റെ കൂമ്പ് നമ്മൾ ഒടിച്ചിട്ടില്ല. കൂമ്പ് ഒടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് തോരൻ വയ്ക്കാൻ എടുക്കാം. നല്ല ഗുണമുള്ളതാണ്. കുറച്ച് കുക്കുംബറുണ്ട്. കുക്കുംബറിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇവിടെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അതിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പാപ്പ അവിടെ ഉണ്ട്. കുക്കുംബറിൻ്റെ ഈ താഴെ വീണ ചെടിയുടെ വള്ളികളൊക്കെ എടുത്ത് മുകളിലോട്ട് നേരെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുക്കുംബർ ഹൈബ്രിഡ് കുക്കുംബറാണ് നട്ടേക്കുന്നത്. അതുകൊണ്ട് ഈ വള്ളിയൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് ഇതിലോട്ട് വെച്ച് കെട്ടിയിട്ട് പന്തലിലോട്ട് കയറുന്നതാണ്. ഇതിലും പിഞ്ചൊക്കെ വീണിട്ടുണ്ട്. ഇതിലും ആൺപൂവും പെൺപൂവും ഉണ്ട്. ആൺപൂവിന് നമ്മൾ കണ്ട ഇത് വരുന്ന വഴിക്ക് സമയത്ത് പൂ മാത്രം ഉണ്ടാകുന്നത്. പെൺപൂ ആവാൻ നേരത്ത് വരുന്ന സമയത്ത് കണ്ട ഇവിടെ ഈ കായോട് കൂടിയാണ് വരുന്നത്. ഇഞ്ചി വീഴുന്നുണ്ട്. ആൺപൂവാ കൂടുതൽ, പെൺപൂ കുറവാണ്. അപ്പോൾ ഇത് കാ പിടിക്കാൻ വേണ്ടിയുള്ളൊരു മരുന്നുണ്ട്. അത് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തറയിലിടുന്നതാണോ? തറയിടുന്നതുണ്ട്. കുക്കുംബർ ഇവിടെ 12 ഉണ്ട്.
അവിടെയൊക്കെ ഉണ്ട്. കവറിനകത്ത് കഴുകി ഇങ്ങോട്ട് കൊണ്ട് നേരത്തെ കൊടുക്കാം. കറന്ന് വെട്ടിപ്പോ ഈ പരുവത്തിൽ ഓടിച്ച് കഴുകി എടുക്കണം. ഇതെവിടെ കൊണ്ടുവരണുണ്ടായിരുന്നല്ലോ, കണ്ടില്ല. ഇലയിലൊക്കെ മൂട്ടി വീണ ഇതായില്ല. വേണ്ടിയെന്നാൽ ഓടിക്കാം. അറ്റം വരെ ഉണ്ട് ഓടിക്കാം. ഇതിലും കൊണ്ടുവരണുണ്ടായിരുന്നു, ഞാൻ കണ്ടാൽ നേരത്തെ. കാഞ്ഞൊടി ഇല്ലില്ല, ആ തറയിലിരുന്നത് അതുകൊണ്ടാ. അതിലുണ്ടാ കാറ്റിന് മരിച്ച് അടിച്ചു. വെള്ളം മതി. രാവിലെ നമ്മൾ ഇത്രയും കുക്കുമ്പറാണ് കിട്ടിയിരുന്നത്. കുറച്ചും കൂടെ ഉണ്ട്. കണ്ടില്ലേ, കാണാനല്ല, നിലയൊന്നും പരുവായി കാണത്തില്ല. പെട്ടെന്നല്ലേ പരുവാകുന്നത്. നോക്കി നോക്കിയാൽ വളർന്നു വരുന്നു. ഇതൊക്കെയാണ് പിഞ്ചുകൾ. പെൺപൂവാണ്ട് ഇതേ കണക്ക് പൂവോട് കൂടി കായോട് കൂടിയാണ് വരുന്നത്. ആൺപൂവിൽ പൂവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അത് തിരിച്ചറിയുന്നത്. ഇത് ആർക്കാക്കി കൊടുക്കുന്നേ? ഇത് പെൺപൂവാണ്. ഇവിടെ ചീര കെട്ട് ശരിയായില്ല. അത് ചൂടടിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. രാവിലെ വന്ന് പാവലിൻ്റെ വള്ളി പിടിച്ച് കെട്ടാൻ വന്നു. അപ്പോഴത്തേക്ക് കുക്കുമ്പർ മേടിച്ചു. കുക്കുമ്പർ ഏകദേശം 1 കിലോ, ഏറ്റവും കുറഞ്ഞ ഒരു 50 രൂപ വെച്ച് നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടും. അത് കിട്ടിയാൽ നഷ്ടമാണ്. ഒരു 60-70 ആ റേറ്റിലേക്ക് കിട്ടിയാൽ നമുക്ക് മുതലാകത്തുള്ളൂ. ഉള്ളിൽ ഓടിക്കണം. അങ്ങനെ വരുമോ? ഈ വള്ളി ഒരു കപ്പയ്ക്ക് ഓടിക്കാനുണ്ട്. ഒരു 3 കിലോ
3 കിലോ കായ്ക്കടുപ്പിച്ച് നമുക്ക് കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. ക്രോപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാൻ പറ്റും. ഇപ്പോൾ വിളവെടുക്കാൻ പറ്റും, കുറച്ചുകൂടെ ആയി പറഞ്ഞു. ഇതിപ്പോൾ നട്ടതേ ഉള്ളൂ, ഒരു 45 ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ്ട് വിളവെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബറാണ്. ഹൈബ്രിഡാണ്, നാംദാരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കൃഷി ചെയ്യുന്നത്. വലിയ കേടോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല, ഇനി ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ഈ തറ വീണ് കിടക്കുന്നതെല്ലാം പറക്കി മേളിലോട്ട് കെട്ടണം, അതാണ് മെയിൻ ജോലി. അപ്പോൾ എങ്ങനെ കെട്ടുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ വീട്ടിലൊക്കെ ഓടിച്ച് ആ വള്ളി എടുത്ത് കീറി കെട്ടിവിടാൻ നോക്കും. ഇതുപോലെ പൊട്ടുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി നടക്കത്തില്ല. നമ്മുടെ തേൻ കുടിക്കാൻ വേണ്ടി വണ്ട് പറന്നുപോയി. അതെങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. ഇത് അടുത്തതിലോട്ട് പോയിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ പരിപാടി നടക്കട്ടെ, നമുക്കുള്ള പരിപാടി നടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.